നോമ്പ് തുറന്നപ്പം ഷാർജ കുടിക്കാനുള്ള ആഗ്രഹം കാരണം പോയി കട്ട പാൽ വാങ്ങി 2 ബൂസ്റ്റ് വാങ്ങി, പിന്നെ ഷാർജ അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഐസ്ക്രീം വാങ്ങി, പിന്നെ അതിൻ്റെ ബൂസ്റ്റ് നല്ല ബൂസ്റ്റ് വാങ്ങിക്കുന്നുണ്ട്, പിന്നെ ഷാർജയിൽ ആഡ് ചെയ്യാൻ വേണ്ടി കപ്പലണ്ടി മേടിച്ചിട്ടുണ്ട്, പിന്നെ 2 പഴം ആഡ് ചെയ്യാം, അതിനുവേണ്ടി പഴം മേടിച്ചവനുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ട്രൈ. നമ്മൾ കട്ടപ്പാൽ സെറ്റാക്കി മിക്സിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നല്ല ബൂസ്റ്റ് പൊട്ടിച്ചിട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ ബൂസ്റ്റ് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നൊരു കവർ കൂടെ ഉണ്ട്, 2 കവർ പൊട്ടിച്ചിട്ട് കൊടുക്കും. അത് 2 പഴം ഇട്ട് കൊടുത്തു. ഇനി കപ്പലണ്ടി ഇട്ട് കൊടുക്കണം. അതുകൂടിയും പൊട്ടിച്ചിട്ട് അതുകൂടി ഇട്ട് കൊടുത്തതിന് ഷാർജയ്ക്കുള്ള പരിപാടി സെറ്റായി. വാങ്ങിയപ്പോൾ ചെറിയൊരു അബദ്ധം പറ്റി. തൊലി കളയാത്ത കപ്പലണ്ടിയാണ് വാങ്ങിയത്. ഇനിയിപ്പോൾ തൊലി കളയണം, നല്ല സെറ്റാവുള്ളൂ. തൊലി കളഞ്ഞ കപ്പലണ്ടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ. നല്ല അടിപൊളിയായിട്ട് തിക്നെസ്സോടെ ഷാർജ അടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം ഗ്ലാസ്സിലോട്ട് അടിച്ച് മാറ്റി ഇനി ഡെക്കറേറ്റ് ചെയ്യണം. ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഐസ്ക്രീം മേടിച്ച് വെച്ചിട്ടുണ്ട്. ബോൾ ഐസ്ക്രീം ഉണ്ട്. ഇനി മുകളിലോട്ട് ഐസ്ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഐസ്ക്രീം എല്ലാം ഫില്ല് ചെയ്ത് അടിപൊളിയായിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഐസ്ക്രീം ഫില്ല് ചെയ്തിട്ട് ഫൈനലി ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഷാർജ.